ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ട്രിപ്പ് വട്ടവടയിലേക്കാണ്. കുറെ നാളെ ഞങ്ങൾ ഹൈ റേഞ്ചിലേക്ക് ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ മനസ്സിൽ വന്ന സ്ഥലമാണ് മൂന്നാർ. പക്ഷെ മൂന്നാർ ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ മൂന്നാറിന്റെ ആ ഒരു ക്രൗഡിൽ നിന്നൊക്കെ മാറി പീസ്ഫുൾ ആയിട്ട് 2 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയപ്പോഴാണ് ഞങ്ങൾ വട്ടവടയെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ ഞങ്ങൾ വട്ടവട തന്നെ ഫിക്സ് ചെയ്തു. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഒരു 5 മണിക്ക് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 7-7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നാറെത്തി. മൂന്നാറിൽ നിന്ന് 33 കിലോമീറ്റർ മാറിയാണ് വട്ടവട. ഈ വട്ടവടയിലേക്കുള്ള ഡ്രൈവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാറിലെ എല്ലാ യൂഷ്വൽ ടൂറിസ്റ്റ് സ്പോട്ടും കവർ ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരിക്കും. നമ്മൾ മൂന്നാറിൽ പോകുന്നത് നമ്മൾ എക്കോ പോയിന്റ്, മാട്ടുപ്പെട്ടി ഡാം, പൈൻ ഫോറസ്റ്റ് ഇതെല്ലാം കവർ ചെയ്ത് ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് വട്ടവട. അപ്പോൾ വട്ടവടയിലേക്കുള്ള ഡ്രൈവിൽ നമുക്ക് ഈ പ്ലേസസ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൂടുതൽ സ്പെൻഡ് ചെയ്തില്ല. നമ്മുടെ ലക്ഷ്യം വട്ടവടയാണ്. പക്ഷെ നമ്മൾ ആ റൂട്ടിൽ പോകുന്നതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും നിർത്തി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. സ്ഥലങ്ങളെല്ലാം കണ്ട് 2 മണിക്കൂറിൽ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തി. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവിൽ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റിലെത്തും. ചെക്ക് പോസ്റ്റിൽ നമുക്കൊരു 10 മിനിറ്റ് ടൈം എടുക്കും. നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ വണ്ടിയുടെ നമ്പർ ഇതെല്ലാം അവിടെ കൊടുക്കണം. പിന്നെ ഫോറസ്റ്റിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് വേറൊന്നുമല്ല, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ വട്ടവട എത്തുന്ന വരെയുള്ള ഒരു 7 കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ഇടയിൽ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. അത് അനിമൽ ക്രോസിംഗ് ഉള്ള ഏരിയ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ അഡ്രസ്സ് എല്ലാം അവിടെ കൊടുത്ത് വട്ടവടയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു വട്ടവട വരെ. പിന്നെ ഞങ്ങൾ വട്ടവടയിൽ ബുക്ക് ചെയ്ത റിസോർട്ട് ഓറിയൻ ഓർക്കിഡ് എന്ന് പറഞ്ഞ റിസോർട്ടാണ്. വട്ടവട ടൗണിൽ നിന്നും 7 കിലോമീറ്റർ മാറി പഴന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30 നമ്മുടെ ചെക്കിംഗ് ടൈം. നമുക്ക് ആ ടൈം ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. വട്ടവട ടൗണിൽ നിന്നും പഴന്തോട്ടത്തിലേക്കുള്ള ഒരു 7 കിലോമീറ്റർ റോഡില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ടാറിന്റെ ഒരംശം പോലും ആ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഫുള്ള് കല്ലും കട്ടയും നിറഞ്ഞ ഒരു ഓഫ് റോഡാണ് ആ ഒരു 7 കിലോമീറ്റർ. എന്നാൽ 4x4 വണ്ടികൾ മാത്രമേ കയറുള്ളൂ എന്ന് വെച്ചാൽ അല്ല, നമുക്ക് നമ്മുടെ കാറിലും പോവാം. പക്ഷെ വണ്ടി നല്ല പ്രോപ്പർ കണ്ടീഷൻ ആയിരിക്കണം. ടയർ, സസ്പെൻഷൻ, ബ്രേക്ക് ഇതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ റോഡിൽ പോകാൻ പറ്റൂ. ഞങ്ങളുടെ വണ്ടി റിറ്റ്സ് ആയിരുന്നു. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ആ ഒരു 7 കിലോമീറ്റർ. ഞങ്ങൾ ഏകദേശം ഒരു 1 അവർ എടുത്തിട്ടുണ്ടാവും അവിടെ വരെ എത്താനായിട്ട്. അങ്ങനെ ഒരു 7 കിലോമീറ്റർ ഓഫ് റോഡ് കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിലെത്തി. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത ഈ ഓറിയൻ ഓർക്കിഡ് എന്ന് പറഞ്ഞ റിസോർട്ട് ഒരു മലയുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു റിസോർട്ടാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത റിസോർട്ടാണ്. ഞങ്ങൾ പോകുന്നതിന് ഒരു 1 വീക്ക് മുന്നേ അവനും വൈഫും അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു റിസോർട്ട് അല്ല, ഇതൊരു ക്യാമ്പിംഗ് സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് കോട്ടേജസും ടെന്റ്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ ബുക്ക് ചെയ്ത ടൈമിൽ ഞങ്ങൾ ടെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ ടെന്റ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കോട്ടേജ് ആണ് എടുത്തത്. ഇവിടെ മൊത്തത്തിൽ 4 കോട്ടേജസ് ആണുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ കോട്ടേജസിനും ഓരോ വെജിറ്റബിൾസിന്റെ പേരാണ്. പൊട്ടറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ. ഞങ്ങളുടെ കോട്ടേജിന്റെ പേരാണ് പൊട്ടറ്റോ. ലിവിംഗ് റൂമും ബാൽക്കണിയും പാൻട്രി എല്ലാം ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോട്ടേജ് ആണ് പൊട്ടറ്റോ. ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. വലിയൊരു ഗ്ലാസ് വിൻഡോ ആണ് നമ്മുടെ റൂമിലുള്ളത്. അതിൽ ആ കേർട്ടൻ അങ്ങ് നീക്കുമ്പോഴത്തേക്കും നമുക്ക് മൂന്നാറിന്റെ മൊത്തത്തിലുള്ള വ്യൂ ആണ് കിട്ടുക. ഇതേ വ്യൂ തന്നെയാണ് നമുക്ക് ബാൽക്കണിയിൽ നിന്നും കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. വൈകുന്നേരം കോടയെല്ലാം ഇറങ്ങി കഴിഞ്ഞാൽ ആ ബാൽക്കണിയിൽ നിന്നൊരു ചായ കൊടുക്കുന്നതെല്ലാം നല്ല അടിപൊളി ഒരു വൈബായിരുന്നു. കല്യാണത്തിന് മുന്നേ തന്നെയുള്ള എൻ്റെയും പൊന്നുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഹൈ റേഞ്ചിൽ ഇതേപോലെ ഒരു കോട്ടേജിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളത്. മൂന്നാറിലെ ഒട്ടുമിക്ക ക്യാമ്പ് സൈറ്റും ഒരു ബാച്ചിലേഴ്സിന് മാത്രം പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുമാത്രമല്ല, ഇതൊരു മലയുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് മാത്രം കിട്ടുന്ന പല വ്യൂസും ഉണ്ട്. രാത്രി ആകുമ്പോഴാണ് ശരിക്കും വട്ടവടയുടെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുക. ഫുൾ കോടമഞ്ഞെല്ലാം ഇറങ്ങി വേറെ തന്നെ ഒരു വൈബാണത്. അതെല്ലാം ഒന്ന് ആസ്വദിച്ചിരിക്കുമ്പോഴത്തേക്കും ഡിന്നറിനുള്ള ടൈം ആവും. ഡിന്നർ നമുക്ക് എന്ത് വേണോ അത് അവരോട് പറഞ്ഞാൽ അവരുണ്ടാക്കി തരും.
ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ കഴിച്ചു തീർക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ക്യാമ്പ് ഫയർ, നമുക്ക് ബാർബിക്യൂ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് ക്യാമ്പ് ഫയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും, അല്ലെങ്കിൽ അവർ ഫുഡ് നമുക്ക് റൂമിൽ സെർവ് ചെയ്യും. എന്തായാലും ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. പൊന്നൂന് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ഫുഡ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണ് നൈറ്റ് സഫാരി. രാത്രി 9 മണി കഴിയുമ്പോഴാണ് നൈറ്റ് സഫാരി സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചിറ്റിവര ടീ എസ്റ്റേറ്റിലൂടെ 18 മൈൽ വന്ന് കയറും. അവിടുന്ന് ഫോറസ്റ്റിലൂടെ കറങ്ങി പാമ്പാറ ഷോല നാഷണൽ പാർക്ക് വഴി വട്ടവടയിൽ വന്ന് അവിടുന്ന് തിരിച്ച് റിസോർട്ടിലേക്ക് എത്തുന്ന ഒരു സർക്യൂട്ടാണിത്. ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉള്ള ഒരു സർക്യൂട്ടാണിത്. പക്ഷെ നമുക്ക് പോകാൻ സാധിച്ചില്ല. രാവിലെ എണീറ്റ് ഈ ലോങ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ പൊന്നു നല്ല ടയേർഡായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇവിടുത്തെ ഈ നൈറ്റ് സഫാരി. പക്ഷെ ഞങ്ങൾ നൈറ്റ് സഫാരിക്ക് പോകണില്ല എന്ന് തീരുമാനിച്ചെങ്കിലും രാവിലെ ട്രക്കിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നതെങ്കിലും ട്രക്കിംഗ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റൊന്ന് ഫ്രഷായി ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഫുൾ കോടയെല്ലാം ഇറങ്ങി, നല്ല അടിപൊളി ക്ലൈമറ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഓരോ ചായയൊക്കെ ഇട്ട് ആ ബാൽക്കണിയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറേ നേരം അങ്ങനെ അങ്ങിട്ടുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ പ്രോപ്പർട്ടി മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാട്ടുപോത്തിനെ എല്ലാം കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് കാട്ടുപോത്തിനെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട്. അവിടെ എല്ലാം പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഫുഡ്. ഡിന്നർ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് 9 മണിയായപ്പോഴത്തേക്കും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും പൊന്നും കൂടാതെ മലപ്പുറത്തു നിന്നുള്ള വേറൊരു കപ്പിൾ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഈ ട്രക്കിങ്ങിൽ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫോറസ്റ്റിന്റെ ലോ ക്യാബിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇത് ശരിക്കും നമ്മൾ വാഗമണ്ണിലെല്ലാം കാണുന്ന പോലെ വലിയൊരു പുൽമേടാണ്. നല്ല ഭംഗിയുള്ള ഒരു പുൽമേടാണിത്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട്. വെള്ളം കയ്യിലെടുക്കാത്തതുകൊണ്ട് ഇത്ര ദൂരം നടന്ന് മുകളിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ശരിക്ക് ടയേർഡായി. മുകളിലെത്തിയപ്പോൾ ഉള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു. നല്ല കാറ്റാണ് മുകളിൽ. പിന്നെ നമ്മൾ ഈ മലയിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് കാണുന്നതാണ് കൊളുക്കുമല. ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്തത് പോയത് ചിലന്തിയാർ വില്ലേജിലേക്കാണ്. ഇത് ശരിക്കും ഒരു ട്രൈബൽ വില്ലേജ് ആണ്. ഇങ്ങോട്ടുള്ള വഴി കട്ട ഓഫ് റോഡാണ്. ഞങ്ങൾ വട്ടവടയിൽ നിന്ന് പഴന്തോട്ടം വരെ വന്ന പോലെയല്ല, നമ്മുടെ നോർമൽ 2 വീൽ ഡ്രൈവ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ റൂട്ടിൽ ഓടിക്കാൻ സാധിക്കില്ല. അതിന് 4x4 വണ്ടികൾ തന്നെ വേണം. ആ പോകുന്ന റൂട്ടിൽ അമ്മൂമ്മമാർ ചെറിയ ചെറിയ കുട്ടകളിലായിട്ട് പാഷൻ ഫ്രൂട്ട് വിൽക്കുന്നത് കാണാം. പക്ഷെ അത് നമ്മുടെ നാട്ടിലെ പോലത്തെ പാഷൻ ഫ്രൂട്ട് അല്ല. ഇതിവർ കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നതാണ്. ഇത് നല്ല ഓറഞ്ച് കളറിലിരിക്കും. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ഓറഞ്ചാന്നേ തോന്നുള്ളൂ. പക്ഷെ അതിന് നല്ല മധുരമാണ്. ഈ പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 1 കിലോ പാഷൻ ഫ്രൂട്ടും മേടിച്ചു. ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ആ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ ചിലന്തിയാർ വാട്ടർഫോളിലെത്തി. ഇവിടെയും കാട്ടിലൂടെ ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്നാലേ നമ്മൾ ഈ വാട്ടർഫോളിൽ എത്തുള്ളൂ. ഇതങ്ങനെ വലിയ വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു അരുവി പോലെ ഇങ്ങനെ ഒഴുകി പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഗുഹയുണ്ട്. അതൊരു പ്രത്യേകതരം ഗുഹയാണ്. ഗുഹയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വലിയൊരു പാറയുടെ മുകളിലേക്കാണ്. ഈ സ്ഥലങ്ങളെല്ലാം ഒട്ടും ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും. കാട്ടിനുള്ളിൽ നല്ല തണുത്തൊരു അന്തരീക്ഷമായതുകൊണ്ട് നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ്. അവിടുത്തെ ആൾക്കാരുടെ പ്രധാന ജോലി ഫാമിംഗ് ആണ്.
അതിൽ പ്രധാനപ്പെട്ട കൃഷിയാണ് സ്ട്രോബെറി. വട്ടവട ടൗണിൽ നിന്നും പഴന്തോട്ടം വരെയുള്ള റൂട്ടിൽ നമുക്ക് എല്ലായിടത്തും സ്ട്രോബെറി തോട്ടങ്ങൾ കാണാം. സ്ട്രോബെറി കൂടാതെ ഓറഞ്ച്, പ്ലം, ബ്ലാക്ക്ബെറി, പേരയ്ക്ക, നെല്ലിക്ക, ക്യാരറ്റ്, കോളിഫ്ലവർ ഇതൊക്കെയാണ് മറ്റു ചില കൃഷികൾ. നല്ല ഭംഗിയാണ് ഈ തോട്ടങ്ങളെല്ലാം കാണാൻ. അങ്ങനെ അവിടുന്ന് കുറച്ച് സ്ട്രോബെറി മേടിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. ലേറ്റ് ആയതുകൊണ്ടും ഈ കയറി വന്ന വഴി മുഴുവൻ തിരിച്ചിറങ്ങേണ്ടതുകൊണ്ടും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. എൻ്റെ മെയിൻ ടെൻഷൻ ഇരുട്ടുന്നതിന് മുമ്പ് വട്ടവട ടൗൺ എത്തുമെന്നുള്ളതായിരുന്നു. പക്ഷെ കയറി വരുന്ന പോലെ അത്ര ബുദ്ധിമുട്ടില്ല ഇറങ്ങിപ്പോവാൻ. വന്നതിൻ്റെ പകുതി സമയം മാത്രമേ എടുത്തുള്ളൂ തിരിച്ചിറങ്ങി വട്ടവട ടൗണിലെത്താനായിട്ട്. അങ്ങനെ 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ മൂന്നാർ വിട്ടു. ഏകദേശം ഒരു 12 മണിയോടടുപ്പിച്ച് ഞങ്ങൾ എറണാകുളത്തെത്തി. കുറച്ച് റിസ്കി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈ റേഞ്ചിലോടുള്ള നൈറ്റ് ഡ്രൈവ്. വട്ടവട വരുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു 2 days എങ്കിലും അവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ. ഞങ്ങൾ താമസിച്ച റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഈ റിസോർട്ട് നമുക്ക് മേക്ക് മൈ ട്രിപ്പിലോ അഗോഡയിലോ ഒന്നും ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഡയറക്റ്റ് വിളിച്ച് തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വട്ടവട ട്രിപ്പിന്റെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.